കൊല്ലത്ത് ദേവസ്വം ഭൂമി കയ്യേറി ഡിവൈഎഫ്ഐ ടൂർണമെന്റ് നടത്തിയതായി പരാതി. കൊല്ലം പുത്തൂർ വല്ലഭൻകര ഇളവൂർക്കാവിന്റെ ഭൂമിയിലാണ് കഴിഞ്ഞ ദിവസം പാർട്ടി കൊടി ഉയർത്തി ടൂർണമെന്റ് നടത്തിയത്. ഭക്തർ ബോർഡിലും പോലീസിലും പരാതി അറിയിച്ചെങ്കിലും നടപടി ഉണ്ടായില്ല. പതിറ്റാണ്ടുകളായി തകർന്നു കിടക്കുന്ന ക്ഷേത്രം നവീകരിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നതിനിടെയാണ് ക്ഷേത്രഭൂമി കയ്യേറി മൈതാനമാക്കാനുള്ള ശ്രമം. വിവരങ്ങൾ എം മനോജ് നൽകും. മനോജ്, കയ്യേറ്റവും കൊടികുത്തലും ഒന്നും ഡിവൈഎഫ്ഐക്കും CPM-നും ഒന്നും പുത്തിരി നമുക്കറിയാം. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കൊല്ലത്ത് ഡിവൈഎഫ്ഐ ക്ഷേത്രഭൂമി കയ്യേറിക്കൊണ്ടാണ് ടൂർണമെന്റ് നടത്തിയെന്ന് പരാതി ഉയരുന്നത്. കൊല്ലം പുത്തൂരിലെ വല്ലഭൻകല ഇളവൂർക്കാവിന്റെ ഭൂമിയിലാണ് കഴിഞ്ഞ ദിവസം പാർട്ടി കൊടിയുയർത്തി ടൂർണമെന്റ് നടത്തിയെന്ന് മനസ്സിലാക്കുന്നത്. എന്തൊക്കെയാണ് വിവരങ്ങൾ? അമൽ, ഏറെ നാളായി തന്നെ ഈ നവീകരണത്തിനായി ഭക്തരൊക്കെ ആവശ്യപ്പെട്ടിരുന്ന ഒരു ക്ഷേത്രമാണ്. ഈ ക്ഷേത്രഭൂമിയിലാണ് ഇത്തരത്തിലൊരു ടൂർണമെൻറ്റ്, അതായത് ഈ ക്ഷേത്രഭൂമിയെ മൈതാനമാക്കി മാറ്റുവാനുള്ള ഒരു ശ്രമം നടക്കുന്നു എന്നുള്ളതാണ് ഉയരുന്ന ആരോപണം. കഴിഞ്ഞ ദിവസം ഈ ചെഗുവേരയുടെ ചിത്രമുള്ള ചുവന്ന കൊടിയും അതോടൊപ്പം CPM-ൻ്റെ അടക്കമുള്ള കൊടിയൊക്കെ ഉയർത്തിയായിരുന്നു ഇവിടെ ഒരു ടൂർണമെൻറ്റ് സംഘടിപ്പിച്ചത്. ഔദ്യോഗികമായി DYFI ആണോ നടത്തിയത് എന്നുള്ള ഒരു കാര്യം അത് പരിശോധിക്കേണ്ടതാണ്. കാരണം അവിടെ ഉണ്ടായിരുന്ന DYFI പ്രവർത്തകരാണ് ഈ ഒരു ടൂർണമെൻറ്റിന് നേതൃത്വം നൽകിയിട്ടുള്ളത്. അവിടെ ഒരു 10ലധികം ടീമുകൾ പങ്കെടുത്തുകൊണ്ട് അതോടൊപ്പം തന്നെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ അടക്കമാണ് ഈ സമ്മാനദാനത്തിലൊക്കെ പങ്കെടുത്തിട്ടുള്ളത്. അത്തരത്തിൽ ഒരു ഗൂഢമായിട്ടുള്ള നീക്കം, ഈ ദേവസ്വം ഭൂമിയെ കയ്യേറി അവിടെ ഒരു മൈതാനമാക്കി മാറ്റുവാനുള്ള ഒരു ഗൂഢമായിട്ടുള്ള നീക്കം ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അത് CPM-ൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു എന്നാണ് BJP ആരോപിക്കുന്നത്. അതിൻ്റെ ദൃശ്യങ്ങൾ, അതായത് ഈ കഴിഞ്ഞ ദിവസം ടൂർണമെൻറ്റ് നടക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ്. അവിടെയുള്ള യുവാക്കളെയും അതോടൊപ്പം തന്നെ സമീപ പ്രദേശങ്ങളിലെ യുവാക്കളെ അടക്കം ഒത്തുചേർത്താണ് അവിടെ ഇത്തരത്തിലൊരു ടൂർണമെൻറ്റ് അത് ദേവസ്വം ഭൂമിയിൽ തന്നെ നടത്തുന്നത്. ഈ ക്ഷേത്രം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ തകർന്നു കിടക്കുന്ന, അതായത് പല ഭാഗത്തു നിന്നും ആവശ്യങ്ങൾ ഉയരുകയാണ് ഈ ക്ഷേത്രത്തെ സംരക്ഷിക്കുവാൻ വേണ്ടി. എന്നാൽ അത്തരം നടപടികളിലേക്കൊന്നും ദേവസ്വം ബോർഡ് കടക്കുന്നില്ല എന്നുള്ളതാണ്. എന്നാൽ ആ സാഹചര്യത്തിലാണ് DYFIയുടെ നേതൃത്വത്തിൽ ഒരു ടൂർണമെൻറ്റ് ഈ ഭാഗത്ത് സംഘടിപ്പിക്കുന്നത്. ഇതിനെക്കുറിച്ച് ഭക്തർ അവിടെ പരാതി അറിയിച്ചിരുന്നു. അതായത് ഈ സബ് ഗ്രൂപ്പ് ഓഫീസറെയും അതോടൊപ്പം ദേവസ്വത്തിൻ്റെ വിവിധ ഉദ്യോഗസ്ഥരിലേക്ക് ഈ വിവരം അറിയിച്ചിരുന്നു. എന്നാൽ പോലും ആരും ഇതിനെക്കുറിച്ച് അന്വേഷിച്ചിരുന്നില്ല എന്നുള്ളതാണ്. പോലീസിലും പരാതി നൽകിയിട്ടും നടപടി ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. എന്തായാലും ഈ ഒരു നീക്കത്തിനെതിരെ ശക്തമായിട്ടുള്ള ഒരു പ്രതിഷേധം BJPയുടെ ഭാഗത്തു നിന്ന് ഉയരുന്നുണ്ട്. ക്ഷേത്രങ്ങൾക്കും ക്ഷേത്രഭൂമിക്കും നേരെയുള്ള കയ്യേറ്റം, കൊടികുത്തൽ. കൊല്ലത്ത് ദേവസ്വം ഭൂമി കയ്യേറിക്കൊണ്ടാണ് DYFI ടൂർണമെന്റ് നടത്തിയെന്ന പരാതി ഉയരുന്നത്. കൊല്ലം പുത്തൂർ വല്ലഭൻകര ഇളവൂർക്കാവിന്റെ ഭൂമിയിലാണ് കഴിഞ്ഞ ദിവസം പാർട്ടി കൊടിയുയർത്തി ടൂർണമെന്റ് നടത്തിയത്. വിവരങ്ങൾ നൽകുകയായിരുന്നു എം മനോജ്.